എല്ലാവരെയും ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഈ വിശുദ്ധാരാധനയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിസ്ഥിതി ഞായറായിട്ട് പ്രത്യേകമായിട്ട് നാം ആചരിക്കുന്ന ദിവസമാണല്ലോ. ലോകമെമ്പാടും ഈ ദിവസങ്ങളിൽ പരിസ്ഥിതി വാരാചരണമൊക്കെ വളരെ സമുചിതമായിട്ട് ആഘോഷിക്കുമ്പോൾ പാരിസ്ഥിതിക മേഖലയിൽ ഏറ്റവും മികച്ച സംഭാവനകളും നേതൃത്വവും നൽകിയ CSI സഭ ഇന്ന് ഈ ദിവസം വളരെ പ്രാധാന്യത്തോടുകൂടി ഓർക്കുകയും ആചരിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുമ്പോൾ CSI സഭാംഗമാകുന്ന നമുക്കും അപ്രകാരം നാം ആയിരിക്കുന്ന ദൈവം നൽകിയിരിക്കുന്ന ഈ മനോഹരമായ പ്രകൃതിയെ ഓർത്ത്, ദൈവം നൽകിയിരിക്കുന്ന മനോഹരമായ ഈ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്ന് ആരാധനയിൽ പങ്കുചേരാം. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, സകല സൃഷ്ടിയും നല്ലതും മനോഹരവും അർത്ഥപൂർണവും എന്ന് കണ്ട് ആ സകല സൃഷ്ടിയുടെയും മേൽ വിചാരകത്വം നടത്തുവാൻ മനുഷ്യനെ നിയോഗിച്ച ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ പ്രവൃത്തിയുടെയും ഫലമായി പലപ്പോഴും കർത്താവ് ദൈവം മനോഹരമായിട്ട് സൃഷ്ടിച്ചു നൽകിയ ഈ സൃഷ്ടിപ്പിനോട് കർത്താവ് ഞങ്ങൾ പലപ്പോഴും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പോരായ്മകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. വീണ്ടും കർത്താവ് ഒരു വർഷം കൂടെ ഞങ്ങൾ ഈ പരിസ്ഥിതി ഞായറായിട്ട് ആചരിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന മനോഹരമായ പ്രകൃതിക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ ദൗത്യം തിരിച്ചറിഞ്ഞ്, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവെ ഈ പ്രകൃതിയെ സംരക്ഷിപ്പാനും നിലനിർത്തുവാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിക്കടികൾ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ ഞങ്ങളെ കർത്താവ് നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയും വലിയ ദുരന്തങ്ങളെക്കുറിച്ച് കർത്താവ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കർത്താവെ, ഇന്ന് ആരാധനയിലുടനീളം ആ വലിയ ദൈവകൃപയോടും ബോധ്യത്തോടും കൂടെ പങ്കുചേരുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുകൊണ്ട് കൃപ കൊണ്ട് ഞങ്ങളെ വഴി നടത്തണം. ഇതിൽ പങ്കുചേരുന്ന എല്ലാവരും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യ അവസാനം തിരുകൃപ കൂടിയിരിക്കണം യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമ മഹത്വത്തിനായി ജ്ഞാനകീർത്തനങ്ങളിൽ 22-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 22. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം
ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവസന്നിധിയിൽ നാം ഏകാഗ്രമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വന്നുപോയ കുറവുകളെ, വീഴ്ചകളെ നമുക്ക് ദൈവത്തോട് ഏറ്റു പറയാം. നമ്മുടെ വാക്കുകളിൽ, നമ്മളുടെ പ്രവർത്തനങ്ങളിൽ, നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ ഇടപാടുകളിൽ ഒക്കെ വന്നുപോയ കുറവുകളെ, ദൈവിക കൽപ്പനകളോട് എതിരിട്ടതും അതിനെ ജീവിതത്തിൽ പാലിക്കാൻ സാധിക്കാതെ പോയതുമായ എല്ലാ സാഹചര്യങ്ങളെയും കുറവുകളെയും ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് അനുദപിക്കാം. രണ്ടാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. രണ്ടാമത്തെ അനുതാപ പ്രാർത്ഥന. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണതയോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവം ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിലും
ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിൻ്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടി കനിവുകൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പീൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിന് ബിംബ 3-ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ. പരിസ്ഥിതി ഞായർ. സൃഷ്ടിതാവായ ഞങ്ങളുടെ ദൈവമേ, നിന്റെ സൃഷ്ടിയുടെ ധന്യവും സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന നിന്റെ സൃഷ്ടിയോട് ചേർന്ന് ഞങ്ങൾ നിന്റെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുകയും നിനക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ സൃഷ്ടിയുടെ വിശ്വസ്ത കാര്യവിചാരകരാകുവാൻ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. എന്നാൽ ഞങ്ങളാവട്ടെ നിന്നോട് നിന്റെ സൃഷ്ടിയോടുമുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിലമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ സകല ദുഷ്ടതയിൽ നിന്നും വിടുവിച്ച് നിന്റെ വിശ്വസ്ത കൈപ്പണിയായിരിക്കാൻ സഹായിക്കണമേ. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ ആവശ്യമായ വിവേകം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ നിന്റെ സൃഷ്ടിയുടെ മഹത്വവും നന്മയും അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 19-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 19 നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്ന് പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. മഴയും മഞ്ഞുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. മഞ്ഞു മറച്ച മഞ്ഞുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുൾ വെളിവുകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ. അത്രയുമല്ല, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ.
കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹനന്യാവും അസര്യാവും മീശായേലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും ഇതേ മഹോന്നതനും ആകുന്നുവല്ലോ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെയുള്ള ദൈവ തിരുവചനങ്ങളെ കേൾപ്പിൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22-ാം വാക്യം മുതൽ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകാം എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിലൊരു ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്നു. നാഥ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്ന് ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു, ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദേവതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ വിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ പരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ഇന്ന് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നത് CSI മധ്യ കേരള മഹായിടവക പരിസ്ഥിതി വിഭാഗത്തിൻ്റെ കൺവീനറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഏറെ ബഹുമാനമുള്ള റവറൻ ബിജോ കെനാനാൻ അച്ഛനാണ്. അച്ഛൻ പുതുവൽ സഭാംഗമാണ്. ഇപ്പോൾ അച്ഛൻ പൂവത്തൂർ CSI ഇടവകയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഏറെ സ്നേഹത്തോടെ അച്ഛൻ്റെ പുതിയ നിയോഗത്തെ കാണുന്നു.
പള്ളം ഇടവകയുടെ സ്നേഹവും ആശംസകളും ഈ പുതിയ നിയോഗത്തിൽ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നതോടൊപ്പം ഏറെ സന്തോഷത്തോടെ പ്രിയ ബിജോ അച്ഛനെ ഇന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്ക് മുൻപായി ജ്ഞാനകീർത്തനങ്ങളിൽ 464 കീർത്തനത്തിൻ്റെ 1, 2, 5 ചരണങ്ങൾ നമുക്ക് പാടാം. 464 കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 അവസാനത്തെയും ചരണം നമുക്ക് പാടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുയേശുവിൽ പ്രിയമുള്ളവരെ, ദക്ഷിണേന്ത്യ സഭയായി പരിസ്ഥിതി ഞായറാഴ്ചയായി കൊണ്ടാടുന്ന ഈ ദിവസം നിങ്ങളോട് ചേർന്ന് ഈ വിശുദ്ധ ആരാധനയിൽ പങ്കാളിയാകുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിന് ഞാൻ ആദ്യമേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഈ വിശുദ്ധ ആരാധനയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ അച്ഛനോടും ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മധ്യകേരള മഹായിടവക പരിസ്ഥിതി ബോർഡിൻ്റെ നാമത്തിലുള്ള എല്ലാവിധമായ ആശംസകളും നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതശൈലി നമ്മുടെ പ്രപഞ്ചത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്നത്തെ ചിന്താവിഷയം സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നു എന്നുള്ളതാണ്. സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നു. സുവിശേഷ വേദഭാഗമായി വായിച്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുറിവാക്യമായി നമ്മുടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. അതിപ്രകാരമാണ്: നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളുടെ വിശ്വാസം എവിടെ? ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ് എല്ലാ സൃഷ്ടികളും. എന്നാൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ തന്നെ അതിൻ്റെ വിനാശത്തിന് കാരണമായി എന്നുള്ളത് നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. മനുഷ്യന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള അഹന്തയിൽ നാം ജീവിക്കുന്നു.
എന്നാൽ ഈ കോവിഡ് കാലഘട്ടം നമ്മെ കൃത്യമായി പഠിപ്പിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഒന്ന് മാത്രമായ നാം എത്ര നിസ്സാരൻ ആണ് എന്ന്. സ്വാർത്ഥതയും ചൂഷണ സംസ്കാരവും നിറഞ്ഞ നമ്മുടെ ജീവിതശൈലി ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ നന്മകളെ തകർക്കുന്ന വിധം പ്രവർത്തിക്കുന്നു എന്നത് യാഥാർത്ഥ്യമായ സംഗതിയാണ്. ഇന്ന് ഈ വൈറസിന്റെ മുമ്പിൽ നാം ഒക്കെയും വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയ കാഠിന്യം കുറയ്ക്കുവാനും ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുവാനും തന്മൂലം സകല സൃഷ്ടിയും മനുഷ്യർ ഉൾപ്പെടെയുള്ള സകല സൃഷ്ടിയിലൂടെയും ദൈവമഹത്വം തെളിയപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ആരാധനയും വചനചിന്തയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ദൈവമഹത്വം തിരിച്ചറിയുന്നതിനും നമ്മുടെ പ്രവർത്തനത്തിലൂടെയും നമ്മുടെ ജീവിത ശൈലിയിലൂടെയും ലോകത്തിന് ദൈവത്തിൻ്റെ മഹത്വം കാണിച്ചു കൊടുക്കുന്നതുമായി തീരട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാം ദൈവീകമെന്ന് വിശ്വസിക്കുന്നവരാണ്. ലോകത്ത് കാണുന്നതും നമ്മുടെ ചുറ്റുപാടും കാണുന്നതെല്ലാം ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് അപ്രകാരമുള്ളൊരു വിശ്വാസ ജീവിതയാത്ര നയിക്കുന്നവരാണ്. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാകുമല്ലോ തൻ്റെ സൃഷ്ടിയെ പരിപാലിക്കുക, അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടിയുടെ കാര്യസ്ഥനാകുക എന്നത്. എന്നാൽ ദൈവം നമുക്ക് നൽകിയ ആ സ്വാതന്ത്ര്യം ഇന്ന് നാം ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രകൃതിയുടെ കാവൽക്കാരനും ഭൂമിയുടെ സംരക്ഷകനും എന്നൊക്കെയും സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകൃതിയുടെ നാശത്തിന് നാം കാരണക്കാരായി തീരുന്നോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മെ അതിനു വേണ്ടിയല്ല ഈ ലോകത്താക്കി വെച്ചത്. സകലത്തിൻ്റെയും സംരക്ഷകനായിരിക്കുവാനും എല്ലാ സൃഷ്ടിക്കും അതിൻ്റെതായ സ്ഥാനവും അതിൻ്റെതായ ഇടവും ദൈവം കൽപ്പിച്ചു നൽകിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും അംഗീകരിക്കുന്ന ഒരു മനസ്സ്, എല്ലാ സൃഷ്ടിയെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് വളർത്തിയെടുക്കുവാനും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അപ്രകാരം നമ്മുടെ ജീവിതം രൂപപ്പെടുവാൻ ഇന്നത്തെ വചനചിന്ത നമ്മെ സഹായിക്കട്ടെ. സൃഷ്ടിയുടെ ആരംഭം മുതൽ നാം പഠിക്കുമ്പോൾ ദൈവത്തിന് തൻ്റെ സൃഷ്ടി എപ്രകാരം മുന്നോട്ട് പോകണമെന്ന് കൃത്യമായൊരു പദ്ധതി ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ആ പദ്ധതിയിൽ ഒരു നല്ല പങ്ക് അല്ലെങ്കിൽ പങ്കാളിത്തം വഹിക്കുവാനുള്ള ഉത്തരവാദിത്വം മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കണം. ആ ഉത്തരവാദിത്വം നിറവേറ്റുവാനായി നാം ശ്രദ്ധിക്കേണ്ടതായ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ പഴയ നിയമ വേദഭാഗത്തു നിന്നും അതുപോലെ തന്നെ ലേഖന വേദഭാഗത്തു നിന്നും ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ചിന്തയ്ക്കായി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു.
ഒന്നാമതായിട്ട് സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവിക ലക്ഷ്യം നേടുവാൻ ഓരോ ദിനവും പരിശീലിക്കുന്നവരായിരിക്കണം. സൃഷ്ടിയുടെ ആരംഭം മുതൽ അത് കൃത്യമായി നമുക്ക് വചനം പറഞ്ഞു തരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്, ഗോഡ് ഹാസ് എ പ്രീ പ്ലാൻഡ് ഗോൾ. ദൈവത്തിന് തൻ്റെ ലക്ഷ്യത്തെ പറ്റി ഒരു കൃത്യമായ പദ്ധതി ഉണ്ടായി. ആ കൃത്യമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സൃഷ്ടി ഓരോന്നായി പൂർണ്ണമാക്കുന്നത്. ദൈവിക ജ്ഞാനത്തിന്റെ ഭാഗമായി ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും ഒരു ചിട്ടയുണ്ടെന്നും അവയുടെ മേൽ ദൈവത്തിന്റെ ചലനാത്മകമായ കരസ്പർശം ഇടപെടുന്നതും ഉൽപ്പത്തി മുതൽ നാം കാണുന്നു. നാം 1-ാം അധ്യായം 31-ാം അധ്യായത്തിൽ ശ്രദ്ധിക്കുന്നതായ ഒരു സംഗതിയാണ്, ദൈവം ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചു, അത് സംഭവിച്ചു. ഓരോ സൃഷ്ടിയുടെയും ആരംഭത്തിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ്, ദൈവം കൽപ്പിച്ചു, അത് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, സകലത്തെയും സൃഷ്ടിക്കുവാൻ ശക്തനായ ദൈവം, എല്ലാ സൃഷ്ടിയെയും ഒറ്റ കൽപ്പന കൊണ്ട് സൃഷ്ടിക്കുവാൻ ശക്തനായ ദൈവം നാം ഇവിടെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ദിവസങ്ങൾ എടുത്താണ്, അല്ലെങ്കിൽ സമയം എടുത്താണ് ഓരോന്നിനെയും സാവധാനതയോടെ ദൈവം രൂപപ്പെടുത്തുന്നത്. അതായത് ദൈവത്തിന് കൃത്യമായ ഒരു പദ്ധതി അതിലുണ്ടെന്നർത്ഥം. ഒന്നും ക്രമമില്ലാതെ പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ക്രമരാഹിത്യത്തിൽ നിന്ന് ക്രമത്തിലേക്ക് ഭൂമിയെ അടുപ്പിക്കുന്ന ദൈവം താൻ സൃഷ്ടിക്കുന്നതായ ഈ ഭൂമിയുടെ പരപ്പിൽ ഒന്നും പാഴും ശൂന്യമായി കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കൃത്യമായി ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവത്തിന്റെ സൃഷ്ടി എത്ര കൃത്യമായിട്ട് എത്ര ഭംഗിയായിട്ടുമാണ് എന്നതാണ് ഇന്നത്തെ പഴയ നിയമ ഭാഗത്തിൽ സദൃശ്യവാക്യങ്ങളിൽ 8-ൽ നാം കാണുന്ന ചിന്തകൾ. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ആകാശത്തെ ഉറപ്പിച്ചവൻ, ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചവൻ, മേഘങ്ങളെ ഉറപ്പിച്ചവൻ, വെള്ളത്തെ കൽപ്പനയായി നിയന്ത്രിക്കുകയും സമുദ്രത്തിന് അതിരും ഭൂമിക്ക് അടിസ്ഥാനവും സ്ഥാപിച്ചവൻ. നോക്കണം, ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മഹത്വപൂർണമായും എത്ര അത്ഭുതകരമായും ആണ് നിറവേറ്റപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്ര കൃത്യമായി തൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവം ഇന്ന് നമ്മോടും ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ദൈവിക ലക്ഷ്യമുണ്ടായിരിക്കണം. ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്, എന്നാൽ എന്നിൽ നിന്ന് ആ ലക്ഷ്യത്തിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനായി നമുക്ക് സാധിക്കണം. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, ദൈവിക പദ്ധതിയും നമ്മുടെ പദ്ധതിയും രണ്ടും രണ്ട് ധ്രുവത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജേർണി ടു ഡിഫറെന്റ് ഡയറക്ഷൻ. രണ്ട് ദിശയിലേക്ക് യാത്ര ചെയ്യുന്നു. അപ്രകാരമുള്ളൊരു യാത്ര ഒരിക്കലും ദൈവിക ലക്ഷ്യത്തിന് സഹായകരമാകുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ദൈവിക ലക്ഷ്യം കണ്ടെത്തുവാൻ ദൈവം നമുക്ക് കാണിച്ചു തന്ന വഴിയെ സഞ്ചരിക്കുവാൻ, യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതിനായി
നമ്മുടെ ഹൃദയങ്ങളിൽ ഒരിടം നാം ഒരുക്കിയെടുക്കേണ്ടത് അനിവാര്യതയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒരു ദൈവിക ലക്ഷ്യം എന്നിലൂടെ നിറവേറ്റപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ സൃഷ്ടിയുടെ ലക്ഷ്യം പൂർണ്ണമാക്കുവാൻ ഒരു കൃത്യമായി ഇടപെടുന്ന കാര്യവിചാരകനായി മാറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനെ നാളുകളിൽ സ്വയം ശീലിക്കുവാനും മറ്റുള്ളവരെ പരിശീലിപ്പിക്കുവാനും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ അത് വെളിവാക്കുവാനും നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട് ഇന്നത്തെ ലേഖന ഭാഗത്ത് നമ്മോട് ആവശ്യപ്പെടുന്നതായ ഒരു കാര്യം ഒന്നാമത് നാം മനസ്സിലാക്കിയത് ദൈവിക ലക്ഷ്യം നേടുവാൻ പരിശീലിക്കുക എന്നതാണെങ്കിൽ, രണ്ട്, ഇവിടെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മോട് ആവശ്യപ്പെടുന്നു ഒരു പുതിയ ശൈലി ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു പുതിയ ശൈലി. ഈ കാലഘട്ടത്തെ പലരും വിശേഷിപ്പിക്കുന്നത് ന്യൂ നോർമൽ എന്നതാണ്. ഇന്നലെ വരെ നാം മറ്റുള്ളവരോട് പറയുമായിരുന്നു പോസിറ്റീവായിരിക്കണം. എന്നാൽ ഇന്ന് ആ ഒരു വാക്ക് കേൾക്കുന്നത് തന്നെ നമുക്ക് ഭയമാണ്. ഒരു പുതിയ ജീവിത ശൈലി, കാഴ്ചപ്പാട് രൂപപ്പെടുത്തുവാൻ, അപ്രകാരം ഒരു പുതിയ സംസ്കാരം വചനാടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. മനുഷ്യന്റെ ജീവിത ശൈലിയിലുണ്ടായ വ്യതിയാനമാണ് പ്രകൃതിയുടെ താളം തെറ്റുവാൻ ഇടയായി. കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി നാം അടിക്കടിയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രകൃതിക്ഷോഭങ്ങളും പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിത ശൈലി മൂലം നാം ഉണ്ടാക്കിയെടുത്ത സാഹചര്യങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു പുതിയ ശൈലി അത്യന്താപേക്ഷിതമാണ്. അതിന് നമുക്ക് സാധിക്കുമോ? അതിന് തടസ്സമായി നമ്മിൽ നിൽക്കുന്ന സംഗതി എന്താണ്? ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ, ഗോഡ്സ് ഓൺ ഇമേജ് എന്നൊരു ചിന്ത മാനവരാശിയിൽ ഒരു തെറ്റായ ചിന്തയ്ക്ക് കാരണമായി. ലിൻ ടൗൺസൻ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നിലവിലെ പാരിസ്ഥിതിക പ്രതിസന്ധിക്ക് കാരണം ക്രിസ്തു മതമാണ്. കാരണം അവർ കരുതുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലുള്ളവരാണ്, ഞങ്ങൾക്ക് എന്തുമാണ്. ഈ വർഷത്തെ യുണൈറ്റഡ് നേഷൻസിൻ്റെ പരിസ്ഥിതി ദിനത്തിൻ്റെ ചിന്താവിഷയം എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ എന്നുള്ളതാണ്. പരിസ്ഥിതിയെ പുനഃസ്ഥാപിക്കുക. നാം മൂലം നശിക്കപ്പെട്ടതിനെ പുനഃസ്ഥാപിക്കുവാൻ എത്രത്തോളം സാധിക്കുമെന്നൊരു ചോദ്യമാണ്. എന്നാൽ ഇനിയും തകരപ്പെടാതിരിക്കുവാൻ അല്ലെങ്കിൽ ഇനിയും ഉടയപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ നമുക്ക് സാധിക്കും. കാര്യവിചാരകരെന്ന് സ്വയം വിശേഷിപ്പിച്ച് ചൂഷകരായി മാറിയ നാം ക്രിസ്തുവിനെ മനസ്സിലാക്കി ഒരു പുതിയ ശൈലി കണ്ടെത്തുവാനായി സാധിക്കണം. ഇന്ന് സുവിശേഷ വേദഭാഗമായി നാം വായിച്ച
ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം കുറിവാക്യമായി വായിച്ച വാക്യം, നിങ്ങളുടെ വിശ്വാസം എവിടെ? യേശു ഈ ചോദ്യം ചോദിക്കുവാനുള്ള കാരണം തന്നെ തങ്ങളുടെ കൂടെ നടന്ന യേശുവിനെ മനസ്സിലാക്കുവാനും അവന്റെ ശൈലി ഏറ്റെടുക്കുവാനും അവനുള്ള വിശ്വാസം തന്നിലേക്ക് സ്വീകരിക്കുവാനും ശിഷ്യന്മാർ പരാജയപ്പെട്ടു പോയതുകൊണ്ടാണ്. അതുകൊണ്ട് യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വരൂപമെന്ന് നാം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശൈലിയെ പിന്തുടരുന്നവരായിരിക്കണം. അവനായിട്ടും അവൻ മുഖാന്തരവും സകലവും സൃഷ്ടിക്കപ്പെട്ടുവെന്ന് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചതെന്നും ദൈവത്തിനായിട്ടാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടതും എന്നുള്ള ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ സൂക്ഷിക്കുവാൻ സാധിച്ചാൽ അവൻ ഒരിക്കലും ചൂഷകൻ എന്ന വിളിപ്പേര് വീഴുകയില്ല. അവ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ലേവ്യ പുസ്തകം 25-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ പഴയ നിയമ ആചാരമനുസരിച്ച് അവിടെ നാം കാണുന്നുണ്ട്, 7 വർഷം കൂടുമ്പോൾ ശാബത്ത് വർഷം ആയി അവർ ആചരിക്കും. കാരണം ദൈവം സൃഷ്ടിച്ച സകലത്തിനും ഒരു ക്രമമുണ്ടെന്നും അതിൻ്റെതായ ഇടവും അതിൻ്റെതായ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നും പഴയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവസൃഷ്ടിയെപ്പറ്റി ഒരു തികഞ്ഞ പദ്ധതിയോ തികഞ്ഞ കാഴ്ചപ്പാടോ പലപ്പോഴും നമ്മിൽ നിന്ന് അറിയാതെ അന്യമായി പോകുന്നു. അതുകൊണ്ട് ഇനിയും നമ്മൾ മൂലം ദൈവത്തിൻ്റെ സൃഷ്ടി ഉടഞ്ഞു പോകുവാൻ പാടില്ല. We should restore the ecosystem. ദൈവം നമുക്ക് നൽകിയ ഈ പരിസ്ഥിതിയെ, ഈ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഒരു പുതിയ ശൈലി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. യേശു ചോദിക്കുന്ന ഈ ചോദ്യം, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നുള്ള ഈ ചോദ്യം നമ്മുടെ തിരിച്ചറിവിലേക്കുള്ള ചൂണ്ടുവിരലാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവം എല്ലാത്തിനെയും പരിപാലിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടിയുള്ള തിരിച്ചറിവോടുകൂടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സാധ്യമാകുന്ന വിധത്തിലെല്ലാം സൃഷ്ടിയെ പരിപാലിക്കുവാനും തെളിമയോടെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതിന് പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ പരിസ്ഥിതി ഞായറാഴ്ചയും നമുക്ക് വചനത്തിലൂടെ ദൈവം പകർന്നു തരുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ നമ്മോട് ദൈവം പ്രവാചകനിലൂടെ ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. യെഹെസ്കേൽ 34:18. നിങ്ങൾ നല്ല മേച്ചിൽ മേഞ്ഞിട്ട് മേച്ചിലിൻ്റെ ശേഷിപ്പിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നു, തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാൽ കൊണ്ട് കലക്കിക്കളയുന്നതും നിങ്ങൾക്ക് പോരായോ? ദൈവം നമുക്ക് എല്ലാ നന്മകളും നൽകി. അവയെല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ തന്നെയുള്ളതാണ്. എന്നാൽ അവയെ ഒരു പരിധിക്കപ്പുറം നാം ഉപയോഗിച്ചതുമൂലം, ഒരു കണക്കില്ലാതെ നാം അതിനെ ദുരുപയോഗം ചെയ്തതുമൂലം നമുക്ക് മാത്രമല്ല
നമ്മുടെ ചുറ്റുമുള്ള ദൈവം സൃഷ്ടിച്ച പല ചരാചരങ്ങൾക്കും ഇനിയും വരുവാനുള്ള തലമുറയ്ക്കും ഒരു വലിയ വെല്ലുവിളി നാം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം നല്ലത് ഉപയോഗിച്ച ശേഷം മിച്ചമായുള്ളതിനെ, ബാക്കിയുള്ളതിനെ നശിപ്പിച്ച് കളയേണ്ടവരല്ല. മറിച്ച് അവയെ സൂക്ഷിക്കുവാനുള്ളൊരു കടമ നമുക്കുണ്ട്. അവയെ പരിപാലിക്കുവാനും അവയെ പുനഃസൃഷ്ടിക്കുവാനുമുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടൊക്കെയും നാം ഒത്തിരി കേൾക്കുന്നതായ വാക്കുകളാണ്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ ശൈലി പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നൽകിയ ദൈവത്തിൻ്റെ സ്വരൂപത്തിലുള്ള നമ്മുടെ വിശ്വാസം മറന്ന് ഒരു ജീവിത ശൈലി സൂക്ഷിക്കുന്നത് മൂലം നമ്മിലൂടെ തകർക്കപ്പെടുന്നത് പ്രകൃതിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് സകല സൃഷ്ടിയോടും ദൈവം നാം കാണിക്കുവാനായി ആവശ്യപ്പെടുന്നതായ കടമ പുലർത്തുവാനും ഉത്തരവാദിത്വമുള്ള കാര്യവിചാരകരാകുവാനും ഭൂമിയിൽ സജീവമായി അധ്വാനിച്ച് നമ്മുടെ പ്രകൃതിയെയും ചുറ്റുമുള്ളതിനെയും ഫലമുള്ളതാക്കി തീർക്കുവാനും അപ്രകാരം അടുത്ത തലമുറയ്ക്ക് ദൈവമഹത്വം വെളിപ്പെടുന്ന മനോഹരമായ പ്രപഞ്ചത്തെ പങ്കുവച്ച് നൽകുവാനും നമുക്ക് സാധിക്കട്ടെ. അതിനാൽ നമുക്ക് ഒരുമിച്ച് അധ്വാനിക്കാം, ഒരുമിച്ച് പ്രയത്നിക്കാം. ദൈവിക ലക്ഷ്യം നേടുവാനായി ഒരു പുതിയ ശൈലി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിനിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തി പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന് പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ആഴ്ചയിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടിതാവും ഞങ്ങളുടെ പരിപാലകനും കുടുംബങ്ങളായി ഞങ്ങളെ വസിക്കുമാറാക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ആയുസ്സിൻ്റെ പുതിയൊരു വർഷത്തിലേക്കും കർത്താവെ കുടുംബജീവിതത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്കും പ്രവേശിച്ചതായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞൊരു വർഷക്കാലം ആരോഗ്യത്തോടെ ബലത്തോടെ കൃപയോടെ ഈ മഹാമാരിയുടെ നടുവിലും കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാത്തു പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തതിനായി സ്തോത്രം. ഓരോ ദിവസവും നന്മകളും അനുഗ്രഹങ്ങളും ദൈവകൃപകൾ കൊണ്ടൊക്കെ കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് നിറച്ചുവല്ലോ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും ദൈവ കൃപയോടും ജീവിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണം. അവർ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ കൃപ വ്യാപരിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. ദൈവത്തോടടുത്ത് ചേർന്ന് ജീവിപ്പാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണം. സ്വർഗീയമായ കൃപകളാൽ നിന്റെ മക്കളെ എല്ലാവരോടും നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയതോ നീ കേൾക്കുമാറാകണമേ. ആമീൻ. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും ഇടവകയുടെ ആശംസകളെ അറിയിക്കുന്നു. അതോടൊപ്പം കുടുംബജീവിതത്തിൽ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയോടും
അനുഗ്രഹത്തോടും കൂടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ഇടവകയുടെ ആശംസകളെ അറിയിക്കുകയും ചെയ്തു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയതിനായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവം നമ്മെ അതിശയകരമായി, അത്ഭുതകരമായി, അനുഗ്രഹത്തോടെ ഈ മഹാമാരിയുടെ നടുവിലും നടത്തിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിരവധി നന്മകളാൽ ദൈവം നമ്മെ നിറച്ചു. പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കർത്താവ് നമ്മെ കൈപിടിച്ച് നടത്തി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്നും, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നുവെന്നും, ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും എന്നുള്ള ദൈവത്തിൻ്റെ മാധുര്യമേറിയ ശബ്ദത്തിനായി, കരുതലിനായി, സ്നേഹത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും ഒക്കെ നാം അനുഭവിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർക്കാം. എന്നാൽ പലപ്പോഴും ദൈവത്തെ മറന്ന് ദൈവഹിതപ്രകാരമൊക്കെ അല്ലാതെയൊക്കെ ജീവിച്ച അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമത്തേക്കാൾ വെളുപ്പിക്കുവാൻ കഴിയുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവൻ പാപത്തെ വെറുക്കുകയും പാപിയോട് ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക കാര്യങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നതായിട്ടുള്ള വ്യക്തികളെയും കുടുംബങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ അനവധി കുടുംബങ്ങൾ കോവിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെട്ടു. ചിലരൊക്കെയും ആശുപത്രികൾ അഭയം പ്രാപിച്ചിരുന്നു. എന്നാൽ സൗഖ്യം നൽകി ദൈവം അവരെയൊക്കെ പരിപാലിച്ച് വഴി നടത്തി. ഇത്രത്തോളം സൗഖ്യം നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് ധാരാളമായ കൃപ ഭവനത്തിൻ്റെ മേലൊക്കെ വ്യാപരിപ്പാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴും അനേക രോഗികൾ ആശുപത്രികളിലും ഭവനങ്ങളിലും ഒക്കെ ഭാരപ്പെടുന്നുണ്ട്. ചികിത്സിപ്പാൻ പണമില്ലാതെയും ശുശ്രൂഷിപ്പാൻ ആരുമില്ലാതെയും, കർത്താവെ, ഹോസ്പിറ്റലുകളിൽ ബെഡുകൾ ലഭ്യമല്ലാതെയും ICUകൾ ലഭ്യമല്ലാതെയും ഓക്സിജൻ ലഭ്യമല്ലാതെയും ഒക്കെ ഭാരപ്പെടുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്, ദേശങ്ങളുണ്ട്. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ ദൈവസന്നിധിയിൽ ഓർക്കുന്ന അനേക ഇടങ്ങളിൽ കർത്താവെ, രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തും കർത്താവെ, രോഗികളുടെ എണ്ണത്തിൽ കർത്താവെ കാര്യമായ രീതിയിൽ കുറവുകൾ സംഭവിക്കുന്നില്ലല്ലോ. കർത്താവെ, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവെ, അങ്ങയുടെ ആണിപ്പഴുതുകളാൽ മുറിഞ്ഞ കരങ്ങൾ കൊണ്ട് കർത്താവെ അവിടുന്ന് ഈ ദേശത്തെ തൊടണമേ. ഈ ദേശത്തെ അവിടുന്ന് കർത്താവെ കൃപ തോന്നി, കരുണ തോന്നി കർത്താവെ ഈ ദേശത്തെ അവിടുന്ന് വിടുവിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തെയും ചുറ്റുമുള്ള സമൂഹങ്ങളെയൊക്കെ വിടുവിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ പ്രയാസത്താൽ ജോലി നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്, ശമ്പളം ലഭിക്കാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കുഞ്ഞുങ്ങളുടെ പഠനങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടത്തുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങളുണ്ട്. അനേകർ ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലൂടെ കർത്താവെ കടന്നു പോകുന്ന അനേകർക്ക് കർത്താവെ ഭക്ഷിപ്പാൻ ആഹാരമില്ലാതെയും വസിക്കുവാൻ ഭവനമില്ലാതെയും കർത്താവെ ജീവിതത്തിൻ്റെ തകർന്ന അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അവിടുന്ന് നിരസിക്കുകയില്ല എന്ന് ഞങ്ങളുടെ വചനമുണ്ടല്ലോ. ഞങ്ങളുടെ വചനത്താൽ നിൻ്റെ മക്കളെ എല്ലാം അവിടുന്ന് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ പ്രതിസന്ധികളിൽ ഭാരപ്പെടുന്നവരെല്ലാം ഓർക്കാം. പ്രത്യേകിച്ച് കോവിഡ് രോഗികളെ കർത്താവെ ശുശ്രൂഷിപ്പാനും ഈ മഹാമാരിയുടെ അനുഭവത്തിൽ കർത്താവെ അതിൻ്റെ പരിമിതപ്പെടുത്തുവാനായി അക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും മറ്റ് ഹെൽത്ത് സ്റ്റാഫിനെയും എല്ലാം ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, മറ്റനേകർ കർത്താവെ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ അവിടുന്ന് കർത്താവെ സുരക്ഷിതരായി കാത്തു സൂക്ഷിക്കണം. അവർക്ക് ആരോഗ്യവും ബലവും നൽകണമേ. അവരെയൊക്കെ കർത്താവെ അവിടുന്ന് കാത്തു പരിപാലിക്കണം. അവരുടെ കുടുംബങ്ങളെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതയിൽ കഴിയും നമ്മുടെ ഇടഭാഗങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ബലവും ആരോഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. മറ്റ് പലവിധമായ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ട്. പ്രത്യേകിച്ച് കർത്താവെ കഴിഞ്ഞ 1-2 വർഷക്കാലമായി നാട്ടിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനേകർ വിദേശത്തൊക്കെ ആയിരിക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് കർത്താവെ പരിപാലിക്കണം, ദൈവകൃപയിൽ സൂക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹത്തിൻ്റെ ആവശ്യങ്ങളിരിക്കുന്ന ഭവനങ്ങളും വ്യക്തികളുമുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പലവിധമായ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളിലൊക്കെ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർ, മദ്യപാനത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കഴിയുന്ന ഭവനങ്ങൾ, കർത്താവെ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരെല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവെ
ഈ മഹാമാരിയുടെ അനുഭവങ്ങൾ കർത്താവെ അനേക കുഞ്ഞുങ്ങളിലും യൗവനക്കാരിലുമൊക്കെ കർത്താവെ മാനസികമായ പിരിമുറുക്കങ്ങളും പ്രതിസന്ധികളും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുതൽ, കാവലെല്ലാം വ്യാപരിപ്പാനായിട്ട് അവിടെ നിര്യാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി നമ്മുടെ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവകയുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ബുക്കാനൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇവിടെയുള്ള സ്ഥാപനങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്പിറ്റലിനെയും പാലിയേറ്റീവ് കെയറിനെയും ഓർക്കാം. ഈ പ്രതിസന്ധികളിലും അവിടെയൊക്കെ പ്രവർത്തിക്കുന്നവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ, കാത്തു സൂക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മഹായിടവകയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അഭിനന്ദ തിരുമേനിയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും മിഷണറിമാരെയും മിഷൻ പ്രവർത്തകരെയും എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചൊരു പരിസ്ഥിതി ഞായറായി നാം ആചരിക്കുമ്പോൾ കർത്താവെ പ്രകൃതിയെ സ്നേഹിക്കുവാൻ, പ്രകൃതിയെ കരുതുവാൻ, കർത്താവെ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ കർത്താവെ പ്രകൃതിയെ പരിരക്ഷിക്കേണ്ടത് ആവശ്യമാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവെ അതിനെ പരിപാലിക്കുവാനുള്ള മനസ്സും ആരോഗ്യമെല്ലാം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹായിടവക പരിസ്ഥിതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെയും മഹായിടവക പരിസ്ഥിതി ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നവരെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യാം. വചനത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിനയപ്പെടുത്തിക്കൊണ്ട് ചില നിമിഷങ്ങൾ ശാന്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കനിയണമേ എന്ന് നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. കർത്താവെ കനിയണമേ എന്ന്. നീതിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ലോകവ്യവസ്ഥിതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തിനും രാഷ്ട്രപതിക്കും മന്ത്രിമാർക്കും ഗവൺമെൻറ്റിൽ സേവനം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാടങ്ങളിലും പണിശാലകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഖനികളിലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കായികമായി അധ്വാനിക്കുന്ന എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും കലാകാരന്മാർക്കും കരകൗശല പ്രവർത്തനങ്ങളിലും ആതുര ശുശ്രൂഷകളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടത അനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും അനാഥർക്കും മർദ്ദിതർക്കും രോഗികൾക്കും മരണത്തോട് സമീപിക്കുന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയും ലോകത്തിൽ അവരുടെ സേവനത്തിനും സൗഖ്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ, യുവജന സഖ്യം, സ്ത്രീജന സഖ്യം, ആത്മായ സംഘടന, ഗായക സംഘം, വൈദിക സെമിനാരികൾ, സുവിശേഷ സംഘങ്ങൾ, ആശ്രമങ്ങൾ, സിസ്റ്റർഹുഡ് എന്നിവയ്ക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭാമേൽദക്ഷന്മാർക്ക് വേണ്ടിയും മറ്റെല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ ഞങ്ങളുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപോലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോട് വിവിധ ശുശ്രൂഷകളിൽ വിശ്വസ്തരായിരിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ നന്മയും ശക്തിയും ഘോഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച് മരിച്ചവരോടുകൂടെ നിന്റെ സന്നിധിയിൽ ഞങ്ങളും നിത്യാനന്ദം അനുഭവിക്കേണ്ടതിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാവിധത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. അതിനുള്ള ഓരോരുത്തരും അവനവൻ്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപാരണമേ. ആമീൻ. ഡോക്സോളജി 11 നമുക്ക് ചേർന്ന് പാടാം. ഡോക്സോളജി 11 ജ്ഞാനകീർത്തനങ്ങളുടെ അവസാന ഭാഗത്തുള്ള ഡോക്സോളജികളിൽ 11ാമത്തെ ഡോക്സോളജി നമുക്ക് ചേർന്ന് പാടാം.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗസ്ഥപിതാവേ, വീണ്ടും ഒരു ദിവസം കൂടെ അങ്ങേ ആരാധിപ്പാൻ കർത്താവേ അവിടെ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം. ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിപ്പാനും കർത്താവേ ദൈവം ഞങ്ങളോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് കർത്താവേ ദൈവഹിതപ്രകാരം ജീവിപ്പാനോട് ഞങ്ങളെ സഹായിക്കണം. വീണ്ടും ഒരു പരിസ്ഥിതി ഞായറൂടെ ആചരിക്കുവാനും കർത്താവേ ദൈവം ഞങ്ങൾക്ക് നൽകിയതായിട്ടുള്ള നന്മകളെയും അനുഗ്രഹങ്ങളെയും കർത്താവേ പ്രകൃതിയിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുവാനും വിശ്വസ്തയോടെ ദൈവകൃപയോടെ കർത്താവേ അതിനെ സൂക്ഷിപ്പാനും പരിപാലിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ വന്നുപോയ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവസന്നിധിയിൽ കർത്താവേ ഞങ്ങൾ അർപ്പിച്ചതായിട്ടുള്ള യാചനകളെയൊക്കെ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുകയും ഞങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ വന്നുപോയ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങോട്ട് ചേർന്ന് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയതോ നീ കേൾക്കുമാറാകണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും നമ്മെല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ സാവകാശത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഒരു പരിസ്ഥിതി ഞായറുകൂടെ ആചരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയതായിട്ടുള്ള ബിജോ കെ നയനാൻ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പള്ളം സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI ഇടവകയുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛനെ ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ ആവശ്യമാകുന്ന ദൈവിക കൃപ സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു പരിസ്ഥിതി ഞായറായിട്ട് നാം ആചരിക്കുമ്പോൾ എല്ലാ വർഷവും ആചരിക്കുന്ന ഒരു ദിവസമായി പരിസ്ഥിതി ദിനവും പരിസ്ഥിതി ഞായറും ആയിത്തീരുവാനായിട്ട് ഇടയാകരുത്. നമുക്കറിയാം, നാം ഇന്ന് നേരിടുന്നതായിട്ടുള്ള പല പ്രതിസന്ധികളുടെയും മഹാമാരിയുടെയും മഹാപ്രളയത്തിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ദൈവം കാത്തു സൂക്ഷിക്കുവാനും പരിപാലിക്കുവാനും നൽകിയതായിട്ടുള്ള പ്രകൃതിയെ നാം ചൂഷണം ചെയ്യുകയും അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചതിൻ്റെ പരിണിത ഫലങ്ങളാണ് മനുഷ്യൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമുക്ക് ഭവനത്തിന് വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കുവാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഒരു പക്ഷേ വീടിന് ചുറ്റുമുള്ള കുറച്ച് സ്ഥലമാണെങ്കിൽ പോലും അത് അവിടെ നമുക്ക് ഭക്ഷിക്കുവാൻ ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം എല്ലാ കുടുംബങ്ങളും പ്രത്യേകമായിട്ട് നടത്തേണ്ടത് ആവശ്യമാണ്. ഇത് നമുക്കൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഇത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ അത് ബോധ്യപ്പെടുത്തി വളർത്തുവാനായിട്ട് ഇടയാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കോമ്പൗണ്ട്, ബുക്കാനൻ കോമ്പൗണ്ട് ഒരു വലിയ കോമ്പൗണ്ടാണ്. അതിൽ ധാരാളം ഫലവൃക്ഷങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാർ നട്ടു വളർത്തിയിട്ടുണ്ട്. ഈ നാളുകളിൽ നമ്മളത് കുറച്ചുകൂടെ വിപുലമാക്കുവാനായിട്ടുള്ള ശ്രമം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടുന്നതായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയാവുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണം. അങ്ങനെ പുതുതലമുറയിലേക്ക് ഒരു പുതിയ ചിന്ത നൽകിക്കൊണ്ട് വളർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടത്തപ്പെടുന്നു. അധ്യാപകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ ഭംഗിയായിട്ടാണ് നടത്തപ്പെടുന്നത്. കൂടുതൽ കുഞ്ഞുങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതൊരു വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് ഇനിയും ചില കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ അവരുടെ പേരുകൾ ചേർക്കുവാനായിട്ടുള്ളതായി മനസ്സിലാക്കുന്നു. ആ കുഞ്ഞുങ്ങളെയും എത്രയും വേഗത്തിൽ സൺഡേ സ്കൂളിൻ്റെ ക്ലാസ്സുകളിൽ ചേർക്കണം. ഒരു കുഞ്ഞു പോലും സൺഡേ സ്കൂൾ പഠിക്കാതിരിക്കരുത് എന്നുള്ളത് സഭയുടെ നിർബന്ധമാണ്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കണം. പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടും ക്ലാസ്സുകളിൽ നിരന്തരം പങ്കെടുക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവരെ
മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സൺഡേ സ്കൂളിൽ പങ്കെടുപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. വ്യാഴാഴ്ച ദിവസങ്ങളിൽ 8 മണിക്ക് സ്ത്രീജന സഖ്യത്തിൻ്റെ ഓൺലൈൻ പ്രയറുണ്ട്. ഞായറാഴ്ച ദിവസം 7 മണിക്ക് നമ്മുടെ ഏരിയ പ്രയറുകൾ നടത്തപ്പെടുന്നുണ്ട്. ഈ പ്രയറുകളിലൊക്കെയും പങ്കെടുക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. യൂത്തിൻ്റെ പ്രയറും മാസത്തിലൊന്ന് വെച്ച് നമ്മൾ ക്രമീകരിച്ച് പോരുന്നുണ്ട്. ആ ക്രമീകരണങ്ങളിലും എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ മുന്നോട്ടുള്ള ആവശ്യങ്ങളെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാളുകളിലെ പ്രവർത്തനത്തിൻ്റെ ഫലമായി പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോക്ക്ഡൗൺ നാളുകളിൽ അനേക കുടുംബങ്ങൾക്ക് കിറ്റുകൾ, ഭക്ഷണ കിറ്റുകൾ നൽകുവാനും സാമ്പത്തിക സഹായം നൽകുവാനായിട്ട് സാധിച്ചു. മഹായിടവകയുടെ പ്രവർത്തനത്തിലും മഹായിടവയുടെ കോവിഡ് റിലീഫ് ഫണ്ടിലേക്കും നമുക്ക് ഒരു നല്ല തുക നൽകുവാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇടവക ജനങ്ങളുടെ സഹകരണത്തോടെയാണ് നടത്തപ്പെട്ടത്. ഈ ആവശ്യങ്ങളിലേക്ക് സഹായിച്ചതായിട്ടുള്ള എല്ലാ കുടുംബങ്ങളും, ഏകദേശം ഒരു 30-40 കുടുംബങ്ങളോളം അതിൽ സജീവമായിട്ട് സഹകരിച്ചു. ആ കുടുംബങ്ങളോട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.